നമ്മുടെ കമ്പനി ഒരു വീടാണെന്ന് വിചാരിക്കാം. ആ വീട് നമ്മൾ താമസിക്കാനായിട്ട് പണിയുന്നതും വാടകയ്ക്ക് കൊടുക്കാനായിട്ട് പണിയുന്നതും തമ്മിലൊരു വ്യത്യാസമാണ്. ചിലർ ഒരു ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ഭയങ്കര അവരെ ഫിയർ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അവരടുത്തൊരു ഫണ്ട് റേസിന് വേണ്ടി നമ്മളെ ജമ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പിന്നാലെ ഓടും. ശരിക്കും അതൊരു നെഗറ്റീവായിട്ടാണ് കാണും, പോസിറ്റീവായിട്ടാണ്. എന്ന് വെച്ചുകൊണ്ട് എക്സിറ്റിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്, അല്ലെങ്കിൽ എക്സിറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത് തെറ്റാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എക്സിറ്റിനെ കുറിച്ച് ബോധവാനായിരിക്കുന്നത് നല്ല കാര്യമാണ്. ക്യാപിറ്റൽ ഇത്ര ഇക്വിറ്റിക്കാണ് നമ്മൾ ഇത്ര ഫണ്ട് റേസ് ചെയ്തത്, അല്ലെങ്കിൽ ഇത്ര ഇക്വിറ്റിയാണ് ഫൗണ്ടറിൻ്റെ അടുത്തുള്ളത്, മറ്റേ കോ ഫൗണ്ടറിൻ്റെ അടുത്തുള്ളത്. നോർമലി കമ്പനീസ് ഇത് ഹൈഡ് ചെയ്യുന്നു സംസാരിക്കുമ്പോൾ. പലപ്പോഴും പല എന്താണ് ഇതിൻ്റെ ഒരു കാര്യം, അതായത് ഈ ഹൈഡ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം. വേറെ ഡൗട്ട് വെച്ചോട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ 3F എന്നൊരു ഫണ്ട് റേസ് ചെയ്തു, അടുത്ത് നമ്മളൊരു നല്ലൊരു വെഞ്ചറായിട്ട് കണക്ട് ചെയ്യാൻ പോവാം. ഇവർ ഓക്കെ പറഞ്ഞു വിചാരിക്കുക, ഫണ്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പായി. അത് കഴിഞ്ഞാൽ ഇവർ നമ്മളൊന്ന് അനലൈസ് ചെയ്യണം മൊത്തത്തിൽ നമ്മുടെ ഫിനാൻഷ്യൽസൊക്കെ, ഡ്യൂ ഡിലിജൻസ് ചെയ്യും. അപ്പോൾ ഈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇനീഷ്യലി നമ്മൾ ഏത് സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോഴും ആദ്യത്തെ ഒരു വർഷത്തെ കണക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു എന്താ പറയുക, നമുക്ക് തന്നെ അറിയാവുന്ന അക്കൗണ്ടിങ് ടൈംസ് വെച്ചിട്ടാവും നമ്മൾ എഴുതിയിട്ടുണ്ടാവാം, അല്ല ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ സമയമാകുമ്പോഴത്തേനൊന്ന് ബെറ്റർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഐഡിയലി ഡേ 1 മുതൽ ബെറ്റർ ആക്കണം. പക്ഷെ പലപ്പോഴും ഫൗണ്ടേഴ്സ് ഇപ്പം ഞാൻ ചെയ്തപ്പോഴും അത്രയൊന്നും ബെറ്റർ അല്ലായിരുന്നു. എന്റെ സെക്കൻഡ് കമ്പനി അത് പറഞ്ഞവർക്ക് മനസ്സിലാവും. അതായത് സ്റ്റാർട്ടപ്പ് അല്ലേ, തുടങ്ങുമ്പോൾ നമുക്ക് അക്കൗണ്ടിങ് അറിയില്ലല്ലോ. മനസ്സിലാവും, അതിനൊരു പ്രശ്നമില്ല. കാരണം നിങ്ങളുടെ ഫസ്റ്റ് ഇയർ നിങ്ങൾ എന്തോ ബേൺ ചെയ്തിട്ടുണ്ടെന്നാ, നല്ല 5 ലക്ഷമോ 6 ലക്ഷമോ ഒക്കെ ആയിരിക്കും നിങ്ങൾ ബേൺ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ റേസ് ചെയ്യുന്ന 1 കോടി രൂപയായിരിക്കും. അത് ഈ 6 ലക്ഷം രൂപയിൽ നിങ്ങൾ എന്തോ ചെയ്യാൻ, ഇറ്റ്സ് നോട്ട് ഒരു വലിയ നമ്പർ ഒന്നുമല്ല. അതൊന്നും വലിയ ഡ്യൂ ഡിലിജൻസ് വലിയ ഇഷ്യൂ ആയിട്ടൊന്നും അവർ എടുക്കുന്നില്ല. ഇല്ല, ഇതിൻ്റെ അകത്ത് ഇഷ്യൂ ആവാൻ പോകുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് ആണെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കോപ്പിറൈറ്റ് നിങ്ങൾ ഇൻഫ്രിഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേറ്റന്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, IP യുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാപ് ടേബിളിൽ ആവശ്യമില്ലാത്ത ആളുകൾ ഇരിപ്പുണ്ടെങ്കിൽ, അതായത് 6% ഇക്വിറ്റിയായിട്ട് ഒരു അഡ്വൈസർ അവിടെ ഇരിപ്പുണ്ട്, അയാൾ ആരാ, എന്താണ് അഡ്വൈസ് ഒന്നും അറിയത്തില്ല, അതൊരു പ്രശ്നമായിട്ട് വരും. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ റൗണ്ടിൽ നിങ്ങൾ റേസ് ചെയ്തേക്കുന്ന ഇൻവെസ്റ്ററിൻ്റെ 40% ഇക്വിറ്റി ഇരിക്കുന്നു, അതൊരു വലിയ പ്രശ്നമായിട്ട് വരും. അപ്പോൾ ഈ ക്ലീനപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പ്രശ്നങ്ങളായിട്ട് വരുന്നത്. ഒരു പേറ്റന്റ് ഇൻഫ്രിഞ്ച്മെന്റോ അല്ലെങ്കിൽ ഒരു ക്യാപ് ടേബിൾ ഇഷ്യൂ ഒക്കെ ക്ലീനപ്പ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അക്കൗണ്ടിങ് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരു നല്ല അക്കൗണ്ടന്റ് 6 ലക്ഷം രൂപയുടെ സാധനത്തിന് 2 ദിവസം കൊണ്ട് ആൾ ക്ലീനപ്പ് ചെയ്തു. അപ്പൊ നിങ്ങളൊരു ഫണ്ട് റൈസിന് പോകുന്നതിന് മുമ്പ് ഐഡിയലി അത് ക്ലീനപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ ആ ഫണ്ട് റൈസിന്റെ ഡ്യൂ ഡിലിജൻസ് ഭാഗത്തും സുഖമായിട്ട് റേസ് ചെയ്യാം. ഇനി അവര് പറയാണ് ഇത് ഭയങ്കര പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ അടുത്ത മൊമെന്റ് നിങ്ങൾ പറയാ ഐ അണ്ടർസ്റ്റാൻഡ്, ഇത് വളരെ ശരിയാണ് നിങ്ങൾ പറയുന്നത്. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആ എഗ്രിമെന്റിൽ എഴുതിക്കോ, ഇത് ക്ലീനപ്പ് ചെയ്തിട്ട് ഞാൻ ഡെലിവറി ചെയ്യുന്ന റിപ്പോർട്ടിന് ശേഷമേ നിങ്ങൾ കാശ് അയക്കത്തുള്ളൂ എന്ന് നിങ്ങൾ ടേം ഷീറ്റിൽ എഴുതിക്കോ. എനിക്ക് വിരോധമില്ല. അത് വെച്ചിട്ട് നമുക്ക് ടേം ഷീറ്റ് സൈൻ ചെയ്യാം. ടേം ഷീറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ആസ് ഗുഡ് ആസ് ഡൺ എന്നാണ് പറയുന്നത്. ടേം ഷീറ്റ് എത്രയും വേഗം സൈൻ ചെയ്യണം. അതിനിപ്പോൾ എന്താ, എൻ്റെ അക്കൗണ്ടിങ് പ്രോബ്ലമാണ്, ക്ലീൻ അല്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. അത് ക്ലീൻ ആയി അത് സക്സസ്ഫുൾ ആയാൽ മാത്രമേ ഞാൻ കാശ് അയക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ടേം ഷീറ്റ് സൈൻ ചെയ്തു. ഞാൻ അതിനുള്ളിൽ CA കണ്ടുപിടിച്ചത് ക്ലീനപ്പ് ചെയ്ത് തന്നേക്കാം. ഇതെല്ലാം നമ്മൾ ആ മൈൻഡ് സെറ്റ് അവിടെ ചേഞ്ച് ചെയ്തല്ലോ. ഇതൊരു നമ്മൾ ഈക്വൽസ് ആണല്ലോ. ആ ഇത് മാറിക്കഴിയുമ്പോൾ ഇതെല്ലാം സെറ്റ് ആയിക്കോട്ടെ. പിന്നെ വേറെ കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ചിലർ പറയും ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ഭയങ്കര അവരെ ഫിയർ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അവരടുത്തൊരു ഫണ്ട് റേസിന് വേണ്ടി നമ്മളെ ജമ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പിന്നാലെ ഓടും. ശരിക്കും അതൊരു നെഗറ്റീവായിട്ടാണ് കാണും, പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇത് നമ്മുടെ ഒരു ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ മോട്ടിവേഷൻസ് ഉണ്ട്. ഫൗണ്ടേഴ്സിൻ്റെതായ മോട്ടിവേഷൻ ഉണ്ട്. ഇൻ തിയറി ഒരു അലൈൻമെന്റ് ഉണ്ട്. കമ്പനി വലുതായാലാണ് ഇൻവെസ്റ്ററിന് കാശ് തിരിച്ചു കിട്ടുന്നതെന്ന് പറയുന്ന ഒരു അലൈൻമെന്റ് ഉണ്ട്. പക്ഷേ ആ അലൈൻമെന്റിന്റെ ഇടയ്ക്കും കുറച്ച് മിസ്അലൈൻമെന്റ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ഇൻവെസ്റ്ററിന് അവരുടെ ടൈം ലൈൻ ഒരു 4 to 7 years അവരുടെ കാശ് തിരിച്ചു കിട്ടണമെന്നാണ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 7 to 10 years അവരുടെ കാശ് തിരിച്ചു കിട്ടണമെന്നാണ്. ഫൗണ്ടർ പറയാണ് എനിക്ക് ഇവിടെ തിരക്കൊന്നുമില്ല, ഞാൻ 15 വർഷം ഇത് പതുക്കെ ഓടിക്കാൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിസ്അലൈൻമെന്റ് ആയി. മനസ്സിലായി? അപ്പോൾ ഈ കാശ് റേസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, ഈ നിങ്ങൾ കാശ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്പിൾ ഡബിൾ എന്നാണ് നിങ്ങൾ സൈനപ്പ് ചെയ്യുന്നതെന്ന് ഓർത്തോണം. അല്ല, അതിനുശേഷം ഈ മിസ്അലൈൻമെന്റ്സ് വന്നു കഴിഞ്ഞാൽ കോൺവെർസേഷൻസ് കുറച്ച് നെഗറ്റീവ് ആവും. അത് ഒരു കേസാണ്. അവർ നമ്മുടെ മുകളിൽ അങ്ങനെ വന്നിരിക്കാനോ അങ്ങനെ കണ്ടമാനം പ്രഷർ ആഡ് ചെയ്യാനോ ഒന്നും യൂഷ്വലി പോകത്തില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആസ് എ ഹ്യൂമൻ ബീയിങ് ആളെ വെറ്റ് ചെയ്യണം, ഇൻവെസ്റ്ററിനെ. ഇപ്പം നല്ല ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ നിങ്ങളോട് ഫണ്ട് ചെയ്യുന്നതിന് മുമ്പ് പറയും നിങ്ങളുടെ 2 കസ്റ്റമേഴ്സിനോട് എനിക്ക് സംസാരിക്കണമെന്ന് പറയും.
അപ്പോൾ ഉടൻ തന്നെ നമ്മൾ തിരിച്ച് ചോദിക്കുന്നു, നിങ്ങളുടെ ഒരു 2 പ്രീവിയസ് ഇൻവെസ്റ്റ്മെൻറ്റ്സിനോട് എനിക്ക് സംസാരിക്കണം. അത് ഒരെണ്ണം സക്സസ്ഫുൾ ആയതും ഒരെണ്ണം ഫെയിൽ ആയതും വേണം നമ്മൾ പറയും. അപ്പോൾ അവരതിനെ പുഷ് ബാക്ക് ചെയ്യുവാണെങ്കിൽ അത് റെഡ് ഫ്ലാഗാണ്. അപ്പോൾ നമ്മൾ പറയും നിങ്ങളുടെ കാശ് എനിക്ക് വേണ്ട. ഇന്ന് പറയണമെന്നില്ല, പക്ഷേ അർജുന് പറയാൻ പറ്റുമായിരിക്കും. ഏത് സമയത്തും അത് ഫൗണ്ടറിന് പറയാം. ഫൗണ്ടറിന് അതിനുള്ള ഇത് വേറൊരു തിയറി ഉണ്ടല്ലോ, ദ ബെസ്റ്റ് ഡീൽ ഈസ് ബീങ് ഡൺ വെൻ യു ആർ വില്ലിങ് ടു വാക്ക് അവേ. നമ്മളിപ്പം ഇവിടെ മേനകയെ ചെന്നിട്ട് ഒരു കടയിൽ കയറിയിട്ട് ഒരു ഷർട്ടിന് 700 രൂപ പറഞ്ഞു എന്ന് വിചാരിക്കുക. അവർ ഇല്ല 850 താഴെ തരത്തിലാണ്. നമ്മൾ പറയും 700 ഇല്ല, ഓക്കെ. നടന്നു തുടങ്ങുമ്പോൾ അവരെന്ത് ചെയ്യും, സാറേ 700 തരാം എന്ന് പറയും. അതെന്താണ്, ആ ഡീലിൽ നിന്ന് നിങ്ങൾ നടന്നു പോകാൻ തയ്യാറാവുമ്പോഴാണ് നിങ്ങൾക്ക് ബെസ്റ്റ് ഡീൽ കിട്ടുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ നടന്നു പോകുമ്പോൾ അവർ 700 തന്നില്ലെങ്കിൽ യു ആർ ഓക്കെ വിത്ത് ഇറ്റ്. Right? So the best deals are being done when you are willing to walk away from the deal. Right? അത് തന്നെയാണ് VCസിന്റെ കേസിൽ. അപ്പോൾ പറയാ, എനിക്ക് നിങ്ങളുടെ റെഫറൻസിനോട് സംസാരിച്ചേ പറ്റൂ, അതർവൈസ് അതെനിക്കൊരു ഡീൽ ബ്രേക്കറാണ് എന്നാണ് നമ്മൾ പറയുന്നത് അവരോട്. അപ്പോൾ ആ മൊമെന്റിൽ മിക്ക കേസിലും അവരത് നമുക്ക് ഇൻട്രൊഡക്ഷൻ തരും. ഇൻട്രൊഡക്ഷൻ തരാത്ത ഒരു 15% കേസ് ഉണ്ടാവാം. അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ആ കോൺവെർസേഷൻ കഴിഞ്ഞു. അതിന് നമ്മൾ വില്ലിങ് ആയിരിക്കണം. ആ 85% പ്രോബബിലിറ്റിയെ ബാങ്ക് ചെയ്ത് നമ്മൾ ചാടുകയാണ്. എന്നിട്ട് ഹോപ്പ്ഫുള്ളി അത് വർക്കൗട്ട് ആവും. അതുപോലെ എനിക്കുള്ളൊരു വേറെ ഡൗട്ടാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്നുള്ളൊരു സീരീസ് നമ്മൾ പറയുമല്ലോ, അപ്പോൾ അത് നമ്മൾ ശരിക്കും ഒരു സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എത്തിയിട്ടില്ല നമ്മൾ എന്ന സീരീസിലോട്ട് പോകുക. അത് അങ്ങനെയാണോ അതിൻ്റെ ഒരു? അതെ, അതാണ് അതിൻ്റെ കറക്റ്റ്. അതായത് ഒരു ഫസ്റ്റ് ഈ 3F എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന റൗണ്ട് എന്ന് വെച്ചാൽ ഫൗണ്ടർ മാത്രം ഉള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് അത് റേസ് ചെയ്യാം. അതിന് നമ്മുടെ അവിടെ US പറയും 2 founders and a dog എന്ന് പറയും. അത്രേ ഉള്ളൂ. ആ കമ്പനി എന്ന് പറഞ്ഞാൽ 2 ഫൗണ്ടറും ഒരു പട്ടിക്കുട്ടിയുണ്ട്. അത് ഒരു കമ്പനിയാണ്. അവിടെ നമുക്ക് 3F റേസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഇൻക്യുബേറ്ററിൻ്റെ ചെയ്യുന്നോ ഒരു ആക്സിലറേറ്ററിൻ്റെ ചെയ്യുന്നോ കാശ് റേസ് ചെയ്യുന്നത് ആ ഒരു ഫേസിലാണ്, ഐഡിയ ഫേസ്. അത് കഴിഞ്ഞ് നമ്മളൊരു പ്രോട്ടോടൈപ്പ് ഫേസിലൊക്കെ വരുമ്പോഴാണ് ഒരു സീഡ് റൗണ്ട് റേസ് ചെയ്യുന്നത്. പ്രോട്ടോടൈപ്പ് ഉണ്ട്, കുറച്ചൊരു വാലിഡേഷൻ ഉണ്ട്, 1-2 പൈലറ്റ്സ് ഉണ്ട്, 1-2 ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് ഫ്രം കസ്റ്റമേഴ്സ് ഉണ്ട്, കുറേ കസ്റ്റമേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയൊക്കെയോ എവിഡൻസ് ഉണ്ട് ദാറ്റ് ഒരു പ്രോബ്ലം ഉണ്ട്, സൊല്യൂഷൻ ഉണ്ട്, ഉണ്ടാക്കാൻ പറ്റും, ഉണ്ടാക്കിയാൽ വാല്യൂ ഉണ്ട്. ഈ എവിഡൻസ് ഒക്കെ നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുമ്പോൾ സീഡ് റൗണ്ട് സംഭവിക്കും. സീഡ് റൗണ്ട് വെച്ചിട്ട് നമ്മൾ കയറി ഐഡിയലി ഒരു സീരീസ് എക്ക് വേണ്ടത് 1 million റവന്യൂവിൽ എത്തുമ്പോഴാണ് സീരീസ് എക്ക് കംപ്ലീറ്റ്ലി റെഡി എന്ന് പറയുന്നത്. അത് 1 million റവന്യൂ ടോട്ടൽ, അത് ഇയർലി. നമ്മൾ സാസ് പറയുമ്പം എപ്പോഴും ARR എന്നുള്ളതാണ് അതിന്റെ ആനുവൽ റെക്കറിംഗ് റവന്യൂ. അത് ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള റവന്യൂ ആണ്. അടുത്ത 12 മാസം നിങ്ങൾ 1 million ക്ലോക്ക് ചെയ്യുമെന്നാണ് അതിന്റെ അർത്ഥം. അത് 1 million എത്തുമ്പോഴാണ് ഐഡിയൽ സീരീസ് എ റേസ്. 500K എത്തുമ്പോഴും നിങ്ങൾക്ക് റേസ് ചെയ്യാം. അത് നിങ്ങളുടെ കോൺഫിഡൻസ് പോലെ ഇരിക്കും. വാല്യുവേഷന് ചെറിയ ഡിഫറൻസസ് ഉണ്ടാവാം. പക്ഷേ ഇപ്പോൾ സീരീസ് എന്ന് പറയുന്നത് 1 million റവന്യൂവിൽ നിൽക്കുമ്പം സീരീസ് എ റേസ് എന്ന് പറഞ്ഞാൽ ഒരു 4 million മുതൽ ഒരു 20 million വരെ ആവാം. 20 എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഹൈ എൻഡ് ആണ്. US ഇപ്പം എൻ്റെ സീരീസ് എന്ന് പറഞ്ഞാൽ 15 million ആയിരുന്നു. ഇപ്പം ഞാൻ റേസ് ചെയ്തതേ ഉള്ളൂ. എന്താ വെച്ചാൽ 3-4 ദിവസം മുമ്പ് റേസ് ചെയ്തത് 15 million ആയിരുന്നു എൻ്റെ സീരീസ്. അപ്പോൾ ഒരു 4 million തൊട്ട് ഇന്ത്യയിലാണെങ്കിൽ ചിലപ്പോൾ ഒരു 4 to 10 million ആയിരിക്കും. അതായത് ഇപ്പം 4 to 32 കോടി മുതൽ 10 എന്ന് പറയുമ്പോൾ 80 കോടിയോ 90 കോടി 100 കോടി വരെയൊക്കെ ആയിരിക്കും സീരീസ് ഇപ്പോഴത്തെ. അപ്പോൾ സീരീസ് എയുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുറേ ഈ ഫിഗർ ഔട്ട് ചെയ്യേണ്ടതെല്ലാം ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പതുക്കെ ആക്സിലറേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നാണ് സീരീസ് എയുടെ സംഭവം. അപ്പോൾ സീരീസ് എ നമ്മൾ എടുക്കുമ്പോൾ എന്താണ്, 1 million എത്തിയല്ലോ, അടുത്ത വർഷം നമ്മൾ 3 million എത്തും, അടുത്തതിൻ്റെ അടുത്ത വർഷം 9 millionോ 6 millionോ എത്തും. ഇതാണ് നമ്മൾ സൈനപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3-നും 9-നും ഇടയ്ക്ക് നിങ്ങൾക്ക് സീരീസ് ബി റേസ് ചെയ്യാം. 3-നും 9-നും ഇടയ്ക്ക് 3 millionനും 9 millionനും ഇടയ്ക്ക് ഒരു 5 ആവുമ്പോഴാണ് അഗൈൻ ഒന്നുപോലെ 5 ആവുമ്പോഴാണ് സീരീസ് ബി. 3-നും ചെയ്യാം, 10-നും ചെയ്യാം. B2B സാസിൻ്റെ അടുത്ത ഒരു മാത്ത് എന്താണെന്ന് വെച്ചാൽ ഇനിഷ്യലി ഉള്ള 1 million ഉണ്ടാക്കാനായിട്ട് 1 million ARR ഉണ്ടാക്കാൻ നിങ്ങൾക്ക് 2 million ബേൺ ചെയ്യാം. അപ് ടു 2 million ബേൺ ചെയ്യാം. നിങ്ങൾക്ക് ഒരുപാട് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 million 4 million വരെയൊക്കെ ബേൺ ചെയ്യാം. നിങ്ങൾ ഇപ്പം സെക്കൻഡ് ടൈം ഫൗണ്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ കാശ് റേസ് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ സീഡ് റൗണ്ട് 5.3 million ആയിരുന്നു. തേർഡ് ടൈം ഫൗണ്ടർ ആയതുകൊണ്ട് അത്രയും കിട്ടുന്നത്. ഒരു ഫസ്റ്റ് ടൈം ഫൗണ്ടറിൻ്റെ സീഡ് 1 millionോ 2 millionോ കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്ക് കൂടുതൽ ബേൺ ചെയ്യാം എൻ്റെ ആദ്യത്തെ മില്യണിലേക്ക് എത്താനായിട്ട്, ബിക്കോസ് ഐ ഹാവ് റേസ്ഡ് മോർ മണി എന്നുള്ളതുകൊണ്ട്.
അപ്പോൾ B2B SaaSന്റെ ഒരു ഫണ്ടമെൻ്റൽ മാത്ത് എന്താണെന്ന് വെച്ചാൽ $1 കിട്ടാൻ $2 വരെ സ്പെൻഡ് ചെയ്യാം. ഇതാണ് മാത്ത്. അപ്പോൾ $1 മില്യൺ എത്താൻ നിങ്ങൾക്ക് $2 മില്യൺ വരെ സ്പെൻഡ് ചെയ്യാം. ഇന്ത്യയിലാണെങ്കിൽ ശരിക്കും അത്രയും ചെയ്യേണ്ടി വരത്തില്ല, കാരണം ഓവറോൾ എക്സ്പെൻസ് വളരെ കുറവാണല്ലോ. അതുപോലെ റവന്യൂ കുറവായില്ലേ ഇന്ത്യയിൽ തന്നെ സെല് ചെയ്യുവാണെങ്കിൽ. സാസ് ഇന്ത്യയിലുണ്ടാക്കി US സെല് ചെയ്യുവാണെങ്കിൽ ഇൻകം US-ലും എക്സ്പെൻസ് INR-ലും ആകുമ്പോഴത്തേക്ക് നമുക്ക് എൻ്റെ ഇൻസെൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ സെക്കൻഡ് കമ്പനി ഞങ്ങൾ മില്യൺ എത്തിയില്ല, മില്യൻ്റെ തൊട്ട് താഴെ എത്തുമ്പോഴത്തേക്കാണ് നമ്മൾ സെല് ചെയ്തത്. പക്ഷേ അത് ഭയങ്കര എഫിഷ്യൻ്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1:1 പോലത്തെ ഒരു എഫിഷ്യൻസി ഉണ്ടായിരുന്നു ആ കമ്പനിയിൽ ഡോളറിന്. കാരണം ഇന്ത്യയിലായിരുന്നു എൻ്റെ ബിൽഡ്, R&D മുഴുവൻ ഇന്ത്യയിലായിരുന്നു. സോ അപ്പോൾ നിങ്ങൾ $1 മില്യൺ, ഇത് അഗെയിൻ തമ്പ് റൂളാണ്. $1 ഉണ്ടാക്കാൻ നിങ്ങൾക്ക് $2 സ്പെൻഡ് ചെയ്യാം. അടുത്ത $1 മില്യൺ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്കൊരു $1.5 മില്യൺ ഒക്കെ സ്പെൻഡ് ചെയ്യാം. അടുത്ത ഒരു $2 മില്യൺ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് അതായത് ആദ്യത്തെ $1 ഉണ്ടാക്കാൻ, ആദ്യത്തെ മില്യൺ വരെ $1 ഉണ്ടാക്കാൻ നിങ്ങളൊരു $2, $3 സ്പെൻഡ് ചെയ്യും. അടുത്ത മില്യൺ ഉണ്ടാക്കാൻ നിങ്ങളൊരു $1.5 $2 സ്പെൻഡ് ചെയ്യും. അടുത്ത ഒരു $5 മില്യൺ വരെയൊക്കെ നിങ്ങൾക്ക് $1 ഉണ്ടാക്കാനായിട്ട് ഒരു $1.25 സ്പെൻഡ് ചെയ്യാം. പിന്നെ അങ്ങോട്ട് അത് $1 $1, പിന്നെ $1 അതിനെക്കാട്ടിലും താഴെ. അങ്ങനെയാണ് ഈ സാധനം സ്കെയിൽ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ഒത്തിരി ഒന്നും പോകുന്നില്ല. നമ്മുടെ ഏർലി സ്റ്റേജ് ഫൗണ്ടേഴ്സിന് വേണ്ടി പറയുമ്പോഴത്തേക്ക് സീരീസ് എയിൽ നിർത്താം. സീരീസ് ബി എന്നൊക്കെ പറയുന്നത് പിന്നെ അതിന് എക്സാക്ട് മാത്ത് ഒന്നുമില്ല. സീരീസ് ബി ഇപ്പം നമ്മൾ 5 മില്യണോ 6 മില്യണോ റേസ് ചെയ്യുന്നു. അത് നമ്മൾ റേസ് ചെയ്യുന്നത് ഒരു 100 കോടി മുതൽ 250 കോടി വരെ ആയിരിക്കും. അത് ആ നമ്പറിന് പിന്നെ പ്രസക്തിയില്ല. പിന്നെ നമ്മൾ എപ്പോൾ റേസ് ചെയ്യുന്നു, എത്ര വേണം, എത്ര സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ബൈജൂസ് ഒക്കെ റേസ് ചെയ്തേക്കുന്നത് നോക്കിയാൽ അന്തവും കൊന്തവും ഇല്ലാത്ത റേസ് ആയിരുന്നു. അതുപോലെ ഫ്രഷ് വർക്ക്സ് സീരീസ് ജിയോ എച്ചോ അയ്യോ ഏതാണ്ട് വരെ അവർ റേസ് ചെയ്തു. ABCDEFG കുറേ റേസ് ചെയ്തു അവർ ഫ്രഷ് വർക്ക്സ്. റേസിംഗ് എമൗണ്ടാണ് ബൈജൂസിന് എന്തെങ്കിലും പറ്റിയത്? ബൈജൂസിൻ്റേത് ബൈജൂസിന് കുറേ അധികം കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ ഫണ്ടമെൻ്റലി അതൊരു ടെക് ബിസിനസ് അല്ലായിരുന്നു. ടെക് ബിസിനസ് അല്ലാത്തൊരു ബിസിനസ്സിനെ ടെക്കിൻ്റെ രീതിയിലെടുത്ത് വാല്യുവേഷൻ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഗ്രോത്ത് ഒരു വല്ലാത്ത മിസ്അലൈൻഡ് ഗ്രോത്ത് ആയിരുന്നല്ലോ. എന്നുവെച്ചാൽ ആളുകളെ പേടിപ്പിച്ച് ഇതാക്കുന്ന പോലത്തെ ഒരു സെയിൽസ് ടാക്ടിക്സിലേക്ക് അവർ പോയല്ലോ. അവിടെ ഒരു മിസ്അലൈൻമെൻറ്റ് ക്രിയേറ്റ് ആയി. എനിക്കെപ്പോഴും കമ്പനീസ് ഉണ്ടാക്കുമ്പോൾ ബിസിനസ് മോഡലുകൾ കോൺഫ്ലിക്റ്റിംഗ് ആവരുത്. എന്നുവെച്ചാൽ നമ്മൾ കാശ് ഉണ്ടാക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് പണി കിട്ടുന്നത് പോലത്തെ ബിസിനസ് മോഡലുകൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് എൻ്റെ. അവിടെ അലൈൻമെൻറ്റ് ഇല്ലാതാവും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ആളുകളെ കൂടുതലായിട്ട് ഫേസ്ബുക്കിൻ്റെ ഇതിൽ ഇരുത്തിയാലേ അവർക്ക് കാശുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അവരെന്ത് ചെയ്യും? ലൈക്ക് എന്ന് പറയുന്ന സാധനം, ഡോപ്പമീൻ ഹിറ്റും റീൽസും അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം മനുഷ്യരെ ഹുക്ക് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ. ഒരു മനുഷ്യൻ മാക്സിമം ടൈം സ്മാർട്ട് ഫോണിൽ നോക്കിയിരുന്നാലാണ് ഫേസ്ബുക്ക് ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കുന്നത്. അതൊരു മിസ്അലൈൻമെൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഒരു ഹ്യൂമന് നല്ലതല്ല അത്. പക്ഷേ ഒരു ഹ്യൂമന് നല്ലതല്ലാത്തത് ചെയ്താലേ ഈ കമ്പനി ഓടത്തുള്ളൂ എന്നുള്ള അവസ്ഥ വരും. ഇപ്പം ഗൂഗിളിൻ്റേതും അതുപോലെ തന്നെയുള്ള ഒരു മിസ്അലൈൻമെൻ്റ് ആണ്. ഗൂഗിളിൽ ഇപ്പം എന്ന് വെച്ചാൽ ഇതൊക്കെ ഭയങ്കര ഫാന്റാസ്റ്റിക് ബിസിനസ് മോഡൽസ് ആണ് ഫ്രം എ ബിസിനസ് മോഡൽ സ്റ്റാൻഡ് പോയിന്റ്. പക്ഷേ എനിക്ക് അങ്ങനത്തെ മോഡൽസിനോട് ഇപ്പോൾ G2 എന്ന് പറയുന്ന ഒരു റിവ്യൂ സൈറ്റ് മിക്ക ടെക്കിലുള്ളവർക്കും അറിയായിരിക്കും. G2 മാത്രമല്ല, G2, ട്രസ്റ്റ് റേഡിയസ്, ക്യാപ്റ്റെയർ, ഇഷ്ടം പോലെ ഉണ്ട്. അവരുടെ എന്ന് വെച്ചാൽ റിവ്യൂ ഇട്ടു. അവരുടെ സംഭവം എന്ന് വെച്ചാൽ അവർ ബയറിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എനിക്കൊരു ടൂള് വേണമെങ്കിൽ G2-ൽ പോവാം, റിവ്യൂ വായിക്കാം, മേടിക്കാം. പക്ഷെ അവർക്ക് കാശ് കൊടുക്കുന്നത് സെല്ലറാണ്. കാരണം ബയറായിട്ട് ഞാൻ കാശ് കൊടുക്കുന്നില്ല. അപ്പം അവർ ബയറിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, കാശ് മേടിക്കുന്നത് സെല്ലറിൻ്റെ നിന്നുമാണ്. അപ്പം സെല്ലറിൻ്റെ നിന്ന് കാശ് മേടിച്ച് ഒരിക്കലും അവർക്ക് ബയറിനെ സെർവ് ചെയ്യാൻ പറ്റില്ല. ആ ബിസിനസ് മോഡലിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഈ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ് മോഡലുകൾ പലപ്പോഴും എടുക്കാതിരിക്കുക. അലൈൻമെൻറ്റ് കുറച്ചുകൂടെ ക്ലിയർ ആക്കുക. ബൈജൂസ് എക്സ്ട്രീംലി ഹൈ വാല്യുവേഷൻ എടുത്തപ്പോൾ, എക്സ്ട്രീംലി ഹൈ വാല്യുവേഷൻ നിങ്ങൾ ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രീംലി ഹൈ ഗ്രോത്തിനാണ് നിങ്ങൾ സൈനപ്പ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രീംലി ഹൈ ഗ്രോത്തിന് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എത്തിക്സിനെ എടുത്ത് മാറ്റി വെക്കേണ്ട അവസ്ഥകൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ ആൾക്കാരെ വിളിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തും ഇമോഷണലി ഇത് ചെയ്തും ഒക്കെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യേണ്ടി വരുന്നത്. കാരണം ഇൻവെസ്റ്ററിനോട് ഇത്രയും വാല്യുവേഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇത്ര വർഷത്തിനുള്ളിൽ ഇത്രയും റവന്യൂ എത്തുമെന്ന് നമ്മൾ സൈനപ്പ് ചെയ്തിട്ടുണ്ട്. CEO സൈനപ്പ് ചെയ്തിട്ടുണ്ട്. ആ CEO അതെടുത്ത് സെയിൽസ് ആളുടെ മുകളിൽ കൊടുക്കും. ചീഫ് റവന്യൂ ഓഫീസറിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറയും ഇതാണ് നിന്റെ നമ്പർ എന്ന്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? പുള്ളിയുടെ താഴെയുള്ള എല്ലാ ലീഡേഴ്സിനും ആ നമ്പർ പിരിച്ചു കൊടുത്തിട്ട് പറയും ഇതാണ് നിന്റെ ഈ വർഷത്തെ നമ്പർ, ഗോ ഹിറ്റ് ഇറ്റ്. ആ ലീഡർ പോയി അതിൻ്റെ താഴെയുള്ളവരോട് പറയും ഹുക്ക് ഓർ ക്രുക്ക് ഐ ഡോണ്ട് കെയർ,
പോയി ഈ നമ്പർ ഹിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നിന്നെ പിരിച്ചു വിടുന്നു. അപ്പോൾ ഈ താഴെ ഫോണും കൊണ്ടിരിക്കുന്നവൻ വിളിച്ച് പേടിപ്പിക്കും. ഇതാണ്. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ പറയും മോന്തായം വളഞ്ഞാൽ മൊത്തം വളയുമെന്ന് പറയും. ഈ മോന്തായം കൂട്ടുന്ന വീടിൻ്റെ അപ്പോൾ മുകളിലിരിക്കുന്നിടത്തു നിന്നാണ് എല്ലാം ഇത് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ വളഞ്ഞു. വെൻ യു റേസ് അറ്റ് എൻ ഇൻസൈൻലി ഹൈ വാല്യുവേഷൻ, മോന്തായം വളഞ്ഞു, പിന്നെ മൊത്തം വളയും. അതാണ് സംഭവിച്ചത്. ഓക്കെ, ഇനി വേറെ കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ എക്സിറ്റ് രണ്ടെണ്ണം നടത്തിയല്ലോ. അപ്പോൾ നമ്മളൊരു സ്റ്റാർട്ടപ്പ് എക്സിറ്റ് ആവുക എന്നുള്ളതിന് ഒരു ഇതുപോലെ എന്തെങ്കിലും റൂളോ സ്പെസിഫിക് ടൈമോ എന്തെങ്കിലും കാണാറുണ്ടോ? ഈ എക്സിറ്റ് എന്ന് പറയുന്നതും ഒരു ഫണ്ട് റേസിങ് പോലെയാണ്. അതെന്താ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, എക്സിറ്റിൽ ശരിക്കും സംഭവിക്കുന്നത് നമ്മുടെ ഇക്വിറ്റി തന്നെയാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്, പക്ഷേ മൊത്തമായിട്ടാണ് സെല്ല് ചെയ്യുന്നത്. ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വിറ്റി തന്നെയാണ് സെല്ല് ചെയ്യുന്നത്. ഇക്വിറ്റിയുടെ ഒരു 20% നമ്മൾ സെല്ല് ചെയ്യുന്നത്. അപ്പം ഒത്തിരി സിമിലാരിറ്റീസ് ഉണ്ട്. സിമിലാരിറ്റീസ് എന്ന് വെച്ചാൽ സെല്ല് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം നിങ്ങൾക്ക് സെല്ല് ചെയ്യേണ്ടാത്ത സമയത്താണ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് റേസിംഗിന്റെ കാര്യം പറഞ്ഞ പോലെ. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയാൽ കാശ് കുറയും, ഇങ്ങോട്ട് വന്നാൽ കാശ് കൂടും. അത് മറ്റേടത്തും അങ്ങനെ തന്നെയാണ്. എക്സിറ്റിന്റെ കേസിൽ ഒന്നാമത്തെ സംഭവം, എക്സിറ്റ് എന്ന് പറഞ്ഞ് കണ്ടമാനം ചിന്തിക്കരുത്. ഞാൻ എപ്പോഴും എക്സിറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കമ്പനി ഒരു വീടാണെന്ന് വിചാരിക്കാം. ആ വീട് നമ്മൾ താമസിക്കാനായിട്ട് പണിയുന്നതും വാടകയ്ക്ക് കൊടുക്കാനായിട്ട് പണിയുന്നതും തമ്മിലൊരു വ്യത്യാസം ഉണ്ടല്ലോ. താമസിക്കാനായിട്ട് നമ്മൾ പണിയുവാണെങ്കിൽ നല്ല വയറ്, നല്ല പ്ലംബിങ്, അകത്തുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കുറയ്ക്കത്തില്ല, വൃത്തിയായിട്ട് ചെയ്യും. പക്ഷെ വാടകയ്ക്ക് കൊടുക്കാനാണെങ്കിൽ ടൈൽസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലായിരിക്കും, പക്ഷെ അകത്തൂടെ പോകുന്ന വയറൊക്കെ പോക്കായിരിക്കും. അപ്പോൾ ഈ എക്സിറ്റിന് വേണ്ടി ഉണ്ടാക്കുന്നത് വാടകയ്ക്ക് ഓടിക്കുന്ന പോലെ, വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ഉണ്ടാക്കരുത്. നമ്മുടെ കമ്പനി എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വീട് പോലെ ഉണ്ടാക്കുക, എല്ലാം നന്നായിട്ട് ഉണ്ടാക്കുക, അതിൽ ഫോക്കസ് ചെയ്ത് ഉണ്ടാക്കുക. എക്സിറ്റ് എന്ന് പറയുന്നത് ആ വീടിന്, 1 മില്യൺ നമ്മൾ ഉണ്ടാക്കിയ വീടിന് ഒരുത്തം വന്ന് 25 മില്യൺ പറഞ്ഞു. അപ്പോൾ ലോജിക്കലി ഇറ്റ് മേക്ക് സെൻസ്. ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും ഭയങ്കര നല്ലൊരു ലൈഫ് കിട്ടും 25 മില്യൺ ഇത് വിറ്റാൽ. അപ്പോഴാണ് ഇത് വിൽക്കാൻ തീരുമാനിക്കുന്നത്, അല്ലാതെ വിൽക്കാൻ വേണ്ടിയല്ല അത് ഉണ്ടാക്കുന്നത്. വി ആർ നോട്ട് ബിൽഡേഴ്സ്, നമ്മൾ ഹോം ഓണേഴ്സാണ് എന്നാണ്. ഇതാണ് എൻ്റെ ഫിലോസഫി. നൗ എന്ന് വെച്ചുകൊണ്ട് എക്സിറ്റിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്, അല്ലെങ്കിൽ എക്സിറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത് തെറ്റാണ് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. എക്സിറ്റിനെ കുറിച്ച് ബോധവാനായിരിക്കുന്നത് നല്ല കാര്യമാണ്. കാരണം ആസ് എ CEO നമുക്കൊരു ഫിഡ്യൂഷ്യറി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ലീഗൽ റെസ്പോൺസിബിലിറ്റിയാണ്. സിഇഒയുടെ ഫിഡ്യൂഷ്യറി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡറിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് സിഇഒയുടെ ഒരു ഫിഡ്യൂഷ്യറി റെസ്പോൺസിബിലിറ്റി. എന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല രീതിയിൽ ഈ ഷെയർ പ്രൈസ് ഹയർ ആക്കിയിട്ട് വിറ്റ് എക്സിറ്റ് കൊടുക്കുക എന്നുള്ളത് ഒരു സിഇഒയുടെ ലീഗൽ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നടക്കുന്നത് ഒരു എക്സിറ്റിൽ കൂടെയാണ്. അപ്പോൾ എക്സിറ്റിനെ കുറിച്ച് ബോധവാനാവുന്നതും ആലോചിക്കുന്നതും തെറ്റല്ല, അതിന് വേണ്ടി ചെയ്യരുതെന്നേ ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ ഈ ഏർലി സ്റ്റേജിലൊന്നും അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കരുത്. കുറച്ചൊന്നായി എന്ന് വിചാരിക്കുക, ഒരു 1 മില്യൺ 3 മില്യൺ അത്രയൊക്കെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ബിസിനസ് പതുക്കെ സ്റ്റാർട്ടിങ് ടു ടേക്ക് ഷേപ്പ്. അവിടെ എത്തുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് എല്ലാ സ്റ്റേജിൽ നിങ്ങളുടെ കമ്പനി നിൽക്കുമ്പോഴും ആ സ്റ്റേജിലുള്ള കമ്പനി അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് കമ്പനീസ് ഉണ്ട്. അതാരൊക്കെയാണെന്ന് നിങ്ങൾ ബോധവാനായിരിക്കണം. അതായത് ഇപ്പം ഞാൻ 1 മില്യൺ എത്തി നിൽക്കുകയെന്ന് വിചാരിച്ചു, സെയിൽസ് ഫോഴ്സ് എന്നെ അക്വയർ ചെയ്യത്തില്ല. കാരണം സെയിൽസ് ഫോഴ്സ് $34 ബില്യൺ ഏതാണ്ട് അവരുടെ റവന്യൂ. 34 ബില്യണും എൻ്റെ ഈ 1 മില്യണൂടെ ചേർത്ത് വെച്ചാൽ അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം അൺലെസ് ഞാനൊരു ഭയങ്കര കോർ IPO വല്ലതും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ സെയിൽസ് ഫോഴ്സ് എന്നെ മേടിക്കത്തില്ല. പക്ഷേ എന്നെ മേടിക്കുന്ന ആരാ? ഒരു 30 മില്യൺ റവന്യൂ ഉള്ള കമ്പനിയോ 60 മില്യൺ റവന്യൂ ഉള്ള കമ്പനിയോ ആണെങ്കിൽ അവർക്ക് എന്നെ മേടിക്കാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ 60 മില്യൺ ഉള്ളവർക്കും മേടിക്കോ? ഇല്ല. സ്ട്രാറ്റജിക്കലി എൻ്റെ ഈ സാധനം കൊണ്ട് ഗുണമുള്ള ആളുകളാണ് എന്നെ മേടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേസ് അനുസരിച്ച് നമ്മളെ അക്വയർ ചെയ്യാൻ സാധ്യതയുള്ളൊരു 3-4 പ്ലെയേഴ്സ് ആരൊക്കെയാണെന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരുടെ CEOസിനോട് കണക്ട് ചെയ്യും. ലിങ്ക്ഡിനിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ കോമ്പറ്റീറ്റേഴ്സിനോടാണെങ്കിൽ പോലും സംസാരിച്ചെന്ന് വെച്ചുകൊണ്ട് അവർ നിങ്ങളുടെ ഒന്നും എടുത്തുകൊണ്ട് പോകാൻ പോകുന്നില്ല. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടുത്തെ ഓപ്പണായിട്ട് കാര്യങ്ങൾ നമ്പേഴ്സ് ഷെയർ ചെയ്യുന്നതിനും പ്രശ്നമില്ല. നമ്പേഴ്സ് ഷെയർ ചെയ്യുന്നതിന് അത്രയൊന്നും ഡീപ്പായിട്ട് അപ്പോഴേ പോകണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ തോട്ട്സ് ഷെയർ ചെയ്യുക, ഈ ഇൻഡസ്ട്രിയെക്കുറിച്ചുള്ള തോട്ട്സ് ഷെയർ ചെയ്യാം. നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് കേൾക്കുന്നത് എന്താണെന്നുള്ളത് ഷെയർ ചെയ്യാം. നിങ്ങൾ അവരുടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ സോഫ്റ്റ്വെയറിനെ ഞങ്ങൾ റീപ്ലേസ് ചെയ്തതെന്ന് CEOസിനോട് പറയാം. നല്ല CEOs ആണെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യും. അതൊക്കെ ചെയ്യാം. പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ഒന്നും കോളിലോ അല്ല ഒരു ഇൻറ്റൻറ്റ് ഇല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത ഫേസ്. അപ്പം നിങ്ങൾ ഒരിടത്ത് നിൽക്കുന്നു,
ഈ 4 പേരാണ് പൊട്ടൻഷ്യൽ അക്വയറേഴ്സ്, അവരുമായിട്ട് ആ റിലേഷൻഷിപ്പ് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് അത് ഒരു ലെവൽ വളർന്നു കഴിഞ്ഞാൽ ഈ 4 പേർക്ക് പിന്നെ പറ്റത്തില്ല, അടുത്ത 4 പേരാവും അത്. അപ്പോൾ ആ 4 പേരോട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അക്വസിഷൻ ആവണമെന്ന് ശരിക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് കമ്പനിയാണോ നിങ്ങളുടെ ഐഡിയൽ അക്വയറർ അവരുമായിട്ടൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യണം ഏതെങ്കിലും രീതിയിൽ. ആ പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് ഒരു 12 തൊട്ട് 18 മാസമാണ് ഒരു അക്വസിഷൻ എടുക്കുന്ന ടൈം. അപ്പോൾ അതിന് വേണ്ടി ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എൻ്റെ കേസിൽ രണ്ടും ഞാൻ കമ്പനി വളർത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ഇൻകമ്മിങ് ആയിട്ടൊരു ഓഫർ വന്നു. ഞാനത് വേറെ 15 പേരോട് പോയി ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. ആ ഒരാളോട് മാത്രം സംസാരിച്ചു. ഒരു നമ്പർ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ആ നമ്പർ പറഞ്ഞു, ആ നമ്പർ അവർ ഓക്കെ പറഞ്ഞു, സെല് ചെയ്തു. ഇതാണ് ഉണ്ടായിട്ടുള്ളത്. വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ നമ്മൾ ഈ ക്യാപിറ്റൽ ഇത്ര ഇക്വിറ്റിക്കാണ് നമ്മൾ ഇത്ര ഫണ്ട് റേസ് ചെയ്തുള്ളത്, അല്ലെങ്കിൽ ഇത്ര ഇക്വിറ്റിയാണ് ഫൗണ്ടറിൻ്റെ അടുത്തുള്ളത്, മറ്റേ കോ ഫൗണ്ടറിൻ്റെ അടുത്തുള്ളത്. നോർമലി കമ്പനീസ് ഇത് ഹൈഡ് ചെയ്യുള്ളൂ സംസാരിക്കുമ്പോൾ. പലപ്പോഴും എന്താണ് ഇതിൻ്റെ ഒരു കാര്യം? അതായത് ഈ ഹൈഡ് ചെയ്യണതിൻ്റെ ഒരു റീസൺ എന്താ? നമ്മൾ അത് ഇൻവെസ്റ്റേഴ്സിനോട് ഹൈഡ് ചെയ്യുന്ന കാര്യമാണോ അതോ എല്ലാവരും ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ എത്ര ഇക്വിറ്റിക്കാണ് ഇത്ര ഫണ്ട് റേസ് ചെയ്ത് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പല ഇൻ്റർവ്യൂസിനും ഡിസ്കഷനിലും കേട്ടിട്ടുണ്ട്, പല ഫൗണ്ടേഴ്സും ഇല്ലാതെ പറയാൻ പറ്റില്ല എന്നുള്ളത് പറയാറുണ്ട്. എന്താണ് അതിൻ്റെ റീസൺ? ഒരു പ്രൈവറ്റ് ഇൻഫർമേഷനാണ്. നമ്മളൊരു പ്രൈവറ്റ് കമ്പനിയാണ്. പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് ഇതൊരു പ്രൈവറ്റ് ഇൻഫർമേഷനാണ്. അതൊരു കോമ്പറ്റീറ്ററിന് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെങ്ങനെയാണ് അതായത് ഇപ്പം ഞാൻ പറയുകയാണെന്ന് വിചാരിച്ചു, ഞാൻ എത്രയാണ് റേസ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു. മിക്കവരും അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അപ്രോക്സിമേറ്റ് ആയിട്ട് എത്രയാണ് എൻ്റെ വാല്യുവേഷൻ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. അത് വെച്ചിട്ട് ഏകദേശം എത്ര ഡൈല്യൂട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എക്സാക്ട്ലി ഒരു കോ ഫൗണ്ടർ സിഇഒയുടെ എത്ര ഉണ്ടെന്ന് ഇപ്പം ഞാൻ പറയുകയാണ്, എൻ്റെ 17% ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കോമ്പറ്റീറ്ററിന് മനസ്സിലാവും, ഇവൻ്റെ ആകെ 17% ഉള്ളൂ. അപ്പോൾ ഇവൻ 100 മില്യൺ എക്സിറ്റ് ചെയ്താൽ ഇവനാകെപ്പാടെ ആഫ്റ്റർ ടാക്സ് കഴിഞ്ഞ് 12 മില്യണേ ഇവന് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇവൻ്റെ മോട്ടിവേഷൻ ലെവൽ അത്ര ഹൈ ഒന്നും അല്ല എന്നുള്ള ഒരു റീഡിങ് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഫൗണ്ടറുടെ അടുത്ത് മെജോറിറ്റി ഷെയർ ഉണ്ടെന്ന് വിചാരിക്കുക, 80% ഷെയർ ഒരു ഫൗണ്ടർ അടുത്തുണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ പ്രശ്നം ചിലപ്പോൾ കമ്പനിക്ക് അകത്തായിരിക്കും. ഇപ്പോൾ 73% ഷെയർ എൻ്റെ ഉണ്ടെന്ന് ഞാൻ പറയുമെന്ന് വിചാരിക്കും. അപ്പോൾ ഉടനെ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരു എംപ്ലോയി കാണും, അവന് 0.01 അല്ലെ അവർക്ക് 0.01% കാണത്തുള്ളൂ. അവരാലോചിക്കും, ഇവന് 73% ഉണ്ടോ, എൻ്റെ കമ്പനിക്ക് 150 മില്യൺ വാല്യൂഷൻ ഉണ്ട്, എനിക്ക് ആകെപ്പാടെ 0.01% ഉള്ളൂ എന്ന് ചിന്തിക്കും. ഇതിനൊരു എക്സാമ്പിൾ ഉള്ളത് വാട്സാപ്പിന്റെ നമ്മൾ ഈ സാലറി വെളിപ്പെടുത്താൻ മടിക്കുന്ന അതേ റീസണാണ്. കാരണം ഇക്വിറ്റി എന്ന് പറയുന്നത് ശരിക്കും സാലറിയാണ്. ഫൗണ്ടേഴ്സിന് സാലറി കുറവാണ്, ക്യാഷ് കോമ്പണന്റ് കുറവാണ് ഫൗണ്ടേഴ്സിന്. നമ്മുടെ സാലറി ശരിക്കും ഇക്വിറ്റിയാണ് വരുന്നത്. അപ്പൊ സാലറിയുടെ സെയിം സാധനം തന്നെയാണ് ഇക്വിറ്റിയിൽ നടക്കുന്നത്. വാട്സാപ്പിന്റെ അക്വിസിഷൻ നടന്നപ്പോൾ വാട്സാപ്പിൽ ഏതാണ്ട് 19 പേരോ ഏതാണ്ടായിരുന്നു അക്വിസിഷൻ നടന്നപ്പോൾ. അല്ല, 19 ബില്യൺ ആണ് അക്വിസിഷൻ നടന്നത്, 55 പേരോ അങ്ങനെ ഏതാണ്ടായിരുന്നു. അക്വസിഷൻ നടക്കുന്നതിൻ്റെ തലേദിവസം വരെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അക്വസിഷൻ നടന്ന് എല്ലാം സെറ്റായി എല്ലാവർക്കും കാശൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഒരു 10 പേർക്ക് ഭയങ്കര ദേഷ്യമായി എന്നാണ് പറയുന്നത്. കാരണം ആദ്യത്തെ എന്നല്ല, ഏതോ ഒരു 10 പേർക്ക് ഭയങ്കര ദേഷ്യമായി ഫൗണ്ടേഴ്സിനോട് എന്നാണ് പറയുന്നത്. കാരണം അവർക്കൊക്കെ ഇഷ്ടം പോലെ കാശ് കിട്ടി, പക്ഷെ ഫൗണ്ടറിന് കൂടുതൽ കിട്ടിയല്ലോ എന്നുള്ള ഒരു ദേഷ്യമായി. ഈ കാശിൻ്റെ കാര്യം വരുമ്പോഴല്ലോ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് മാറുന്നത്, അവരുടെ പ്രയോറിറ്റീസ് എങ്ങനെയാണ് മാറുന്നത് എന്നൊക്കെ അത് ഞാൻ കണ്ടിട്ടുമുണ്ട്. എൻ്റെ കമ്പനിയിലും കണ്ടിട്ടുണ്ട്, വെളിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് കൊണ്ട് അപ്സൈഡ് ഒന്നുമില്ല, ഡൗൺ സൈഡ്സ് പൊട്ടൻഷ്യലി ഉണ്ട് താനും. പിന്നെന്തിനാ പറയുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലോജിക്ക്. പിന്നെ കുറച്ചൊക്കെ സോഷ്യൽ നോംസ് ആണ്. അവൻ എൻ്റെ പുറകെ വന്നവർ, എൻ്റെ മുമ്പേ പോയവരാരും പറഞ്ഞില്ല, അതുകൊണ്ട് ഞാനും പറയുന്നില്ല എന്നുള്ളൊരു സോഷ്യൽ നോമുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ വലിയ ഭീകരമായിട്ടുള്ള റീസൺ ആ നമ്പർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും നടക്കത്തൊന്നുമില്ല. ഇപ്പം സിലിക്കോൺ വാലിയിലൊക്കെ ഒരു റൗണ്ട് ഒക്കെ നമുക്ക് മിക്കവാറും എനിക്ക് ശരിക്കും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ആവശ്യത്തിന് ആൾക്കാരോട് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റും. കാരണം ആർക്കെങ്കിലും ഒക്കെ അറിയായിരിക്കും. ഫൗണ്ടേഴ്സ് അത്രയൊന്നും ഹൈഡ് ചെയ്യുന്ന ഒരു സാധനമൊന്നുമല്ല, അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ പോലെയൊന്നും ഹൈഡ് ചെയ്യുന്ന ഒരു സാധനമല്ല ഈ വാല്യുവേഷനൊന്നും. അതൊക്കെ അറിയാം നമുക്ക് ആക്ച്വലി. ഇൻവെസ്റ്റേഴ്സിന് മിക്കവർക്കും റൗണ്ടൊക്കെ നടന്നു കഴിയുമ്പം ഇൻവെസ്റ്റേഴ്സിനകത്ത് അവർക്കറിയാം, ഓക്കെ ഈ കമ്പനി നടന്നത് ഈ വാല്യുവേഷനിലാണ്, ഇത്രയാണ് അവരുടെ ഇക്വിറ്റി, അതൊക്കെ അവർക്ക് അറിയായിരിക്കും. അവരുമായിട്ടൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയാൻ പറ്റും. അല്ല, ഫണ്ട് റേസ് ചെയ്ത് കഴിയുമ്പോൾ നോർമലി പബ്ലിക്കിൽ ന്യൂസ് വരുമ്പോഴും പലപ്പോഴും ഈ ക്ലാരിറ്റി ഉണ്ടാവാറില്ല. അപ്പോൾ അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിൻ്റെ റീസൺ ഇത്രയേ ഉള്ളൂ, കോമ്പറ്റീറ്റീവ് ഇതായിട്ട് കീപ്പ് ചെയ്യുന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ.
ഈ ഫണ്ട് റൈസിംഗ് ഒന്നും അല്ലാത്തൊരു ചോദ്യം ചോദിച്ചോട്ടെ. എന്ന് വെച്ചാൽ ഇപ്പോൾ അർജുൻ ഓൾറെഡി ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ മൾട്ടി മില്യണറാണെന്ന് പറയാം ഇപ്പോഴത്തെ ഒരു നെറ്റ്വർക്കൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഓൾറെഡി അർജുൻ എപ്പോഴും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എനിക്കൊരു മില്യണർ ആവണം അല്ലെങ്കിൽ ഒരു ബില്യണർ ആവണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ടൈം അതിന് വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഗോളൊക്കെ ഉണ്ടായിരുന്നു? പൈസ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഗോളല്ലായിരുന്നു. എൻ്റെ പൈസയെ പറ്റിയുള്ള പണ്ട് പോലെയുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ചായക്കടയിൽ ചെന്നു പരിപ്പട മേടിച്ചു അല്ലെ പഴംപൊരി മേടിച്ചു, അപ്പം നമുക്ക് കുറച്ച് കാശിന് ആവശ്യമുണ്ടല്ലോ. പോക്കറ്റിൽ ഇട്ടിട്ട് കാശ് എടുക്കുമ്പോൾ ആ പഴംപൊരിക്ക് കൊടുക്കാനുള്ള കാശ് പോക്കറ്റിൽ വേണം. ഇത്രയുമേ ആഗ്രഹമുള്ളൂ. അല്ലാതെ അതിന് പുറത്ത് പൈസ എന്ന് പറയുന്ന സാധനത്തെ ഒരിക്കലും അതിൽ കൂടുതൽ നമ്മൾ ആലോചിച്ചിട്ടില്ല അതിനെക്കുറിച്ച്. ഞാൻ മണി എന്ന് പറയുന്ന സാധനത്തെപ്പറ്റി ഞാൻ ആക്റ്റീവ്ലി ചിന്തിക്കാറേ ഇല്ല. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന വാല്യൂ, അതായത് ലേണിങ്ങിൽ നിന്നാണ് വാല്യൂ വരുന്നത്. നമ്മൾ എത്ര പഠിക്കുന്നോ അത്രയും വാല്യൂ നമ്മുടെ അകത്ത് വരും. ആ വാല്യൂ വെച്ചിട്ടാണ് നമ്മുടെ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് പൈസ. അപ്പം ഞാനൊരു ഭയങ്കര നല്ല കോഡറാണെങ്കിൽ എനിക്ക് നല്ല സാലറി കിട്ടും. ഞാൻ ഫൗണ്ടർ ഇതിൽ ഒത്തിരി നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ എൻ്റെ കമ്പനിയിൽ അത് വരും, അതിൽ നിന്ന് എനിക്ക് പൈസ കിട്ടും. അപ്പം നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ വിസ്ഡം നമ്മുടെ അകത്തുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് പൈസ. ഈ മില്യണിയർ ആകുക എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഉണ്ട്, ബാങ്ക് അക്കൗണ്ടിലുണ്ട്, അല്ലാതെ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഞാനിപ്പോഴും 2017 നാട്ടിൽ നിന്ന് പോകുമ്പം ഒരു പൂമയുടെ ഒരു ചെരുപ്പുണ്ടായിരുന്നു, ഇപ്പോഴും എൻ്റെ വീട്ടിൽ കിടപ്പുണ്ട്. ഞാൻ അതിട്ടുണ്ടാ വെളിയിലൊക്കെ നടക്കുന്നത്. ഞാൻ മിക്കവാറും എന്നെ കണ്ടാൽ ഒരു ക്രോക്സിൻ്റെ ഒരു സാധാരണ ചെരുപ്പ്, ഒരു സാധാരണ ടീഷർട്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ വളരെ കുറച്ച് മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ. ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇക്കോണമി എടുത്താണ് ഫ്ലൈ ചെയ്യുന്നത്. ഫാമിലിയുടെ കൂടെ വരുമ്പോൾ മാത്രമേ ഞാൻ അല്ലാത്ത ഇതൊക്കെ ചെയ്യാറുള്ളൂ. ബാക്കിയുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ ഈസിയർ ആയിട്ടുണ്ട്. ഇപ്പം എൻ്റെ പേരൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നോ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു എന്ന് കേൾക്കുന്നോ, അല്ലെങ്കിൽ ഒരാൾ റാൻഡമായിട്ട് റീച്ച് ഔട്ട് ചെയ്തിട്ടൊരു നമ്മളെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നതിന് ഇപ്പോൾ ഒരു ലിമിറ്റേഷൻ ഇല്ല. അതുപോലെ ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഗ്രോസറീസ് മേടിക്കാനായിട്ട് പോകുമ്പോൾ എത്രയെന്ന് നോക്കാറേ ഇല്ല, നേരെ ബീപ്പ് അടിച്ചങ്ങ് ഇറങ്ങി പോകത്തുള്ളൂ. അവിടെയൊക്കെയാണ് ആ ഫ്രീഡം വന്നേക്കുന്നത് നമ്മുടെ ഫൈനാൻഷ്യൽ. പിന്നെ ആ ടെൻഷൻ കംപ്ലീറ്റ് ആയിട്ട് പോയല്ലോ. ഈ ലൈഫ് ടൈമിൽ ഞാനിനി അതിൽ കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്യാറില്ല, എനിക്കങ്ങനെ വലിയ സ്പെൻഡൊന്നുമില്ല. അപ്പം അങ്ങനെ അത് കഴിഞ്ഞു. നൗ എനിക്ക് കമ്പനി ഫോക്കസ് ചെയ്തിട്ടൊരു വലിയ കമ്പനി ഉണ്ടാക്കാം, അതാണ് ഫോക്കസ്. ആ കമ്പനിയുടെ സൈസ്, ഞാൻ പറയുന്ന ഒരു 100 മില്യൺ റവന്യൂ ഉള്ള ഒരു കമ്പനി ഉണ്ടാക്കണം. 100 മില്യൺ എന്ന് പറയുന്നതിൻ്റെ ഡോളർ ഫിഗർ ആണെങ്കിലും അതിന് താഴെ വരുന്നത് 100 മില്യൺ വേണമെങ്കിൽ ഒരു അടിപൊളി പ്രോഡക്റ്റ് വേണം, അതുണ്ടാക്കാൻ ഒരു അടിപൊളി ടീം വേണം, അതിനൊരു സൂപ്പർ ഗുഡ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് വേണം, അതിനൊരു വിഷൻ വേണം. ലൈക്ക് അതെല്ലാം ഉണ്ടെങ്കിലാണ് ഈ ടോപ്പിൽ എത്ര ഉണ്ടാക്കിയിട്ടുള്ളത്? എന്താ ഒരു ഇയർലി റവന്യൂ ടോപ്പിൽ ഇപ്പോൾ നമ്മളിപ്പോൾ വളരെ ഏർലി സ്റ്റേജ്. എന്നാലും ഒരു ഇതുവരെ 3 കമ്പനിയിൽ ഏറ്റവും ടോപ്പിൽ ഒരു ഇയർലി എത്ര റവന്യൂ? മില്യണിനോട് അടുത്ത് നമ്മൾ ഇതുവരെ വന്നിട്ടുള്ളൂ. കാരണം നമ്മൾ എപ്പോഴും എക്സിറ്റ് ചെയ്തല്ലോ, കഴിഞ്ഞ 2 എക്സിറ്റ് ചെയ്തല്ലോ. അപ്പോൾ അതാണ് ഇപ്രാവശ്യത്തെ എൻ്റെ ചലഞ്ച്. ഇപ്രാവശ്യത്തെ ഞാനിപ്പോൾ സൂമിൻഫോവിൻ്റെ അകത്തിരുന്നപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, മാർക്കറ്റിംഗ് വോയിസ് എന്ന് പറഞ്ഞ്. അത് ആദ്യത്തെ 14 മാസത്തിൽ 10 പേരുടെ ഒരു ടീം $26 മില്യൺ റവന്യൂ വരെ ഗ്രോ ചെയ്തു. $0 to $26 മില്യൺ ഇൻ റവന്യൂ ഗ്രോ ചെയ്തു. പക്ഷേ അത് സൂമിൻഫോയ്ക്ക് അകത്താണ്. അത് ശരിക്കും എൻ്റെ ക്രെഡിറ്റ് അല്ല, അത് സൂമിൻഫോയുടെ ക്രെഡിറ്റ്. അവരുടെ നെറ്റ്വർക്കിൽ കൂടിയാണ് സെല്ലായി പോകുന്നത്, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിലേക്കാണ് സെല്ലായി പോകുന്നത്. അത് നമുക്ക് വെളിയിൽ ചെയ്യാൻ പറ്റിയാൽ, ആ 100 മില്യൺ സ്വന്തമായിട്ട് നമ്മുടെ കമ്പനിയുടെ ഗോ ടു മാർക്കറ്റ് മെഷീനിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ, അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചലഞ്ച്. അതാണ് ഇപ്പം എൻ്റെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ. അല്ലാതെ ഇപ്പം ഈ കമ്പനി ചെയ്യുന്നത് കാശുമായിട്ട് ഒരു ബന്ധവും ഇല്ല. പക്ഷേ ഈ ഒരു അഭിപ്രായമുണ്ട്. ഇപ്പോൾ ഞാൻ ഫണ്ട് അല്ലെങ്കിൽ വല്ലാതെ ഫണ്ട് ആഗ്രഹിച്ചില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇനീഷ്യലൊക്കെ ഒരുപാട് ഞാൻ പല ആൾക്കാരുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന സമയത്ത് ഈ 2 അഭിപ്രായം വരും. അപ്പം നമ്മൾ നോർമലി തിങ്ക് ചെയ്യണമെന്ന് വെച്ചാൽ സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ്, അതായത് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാതെ ചിന്തിക്കുന്ന ഒരു മൂഡാണ് നമ്മൾ നോർമലി ആദ്യം കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. അതായത് ഫണ്ടൊന്നും വേണ്ടെന്ന് ഇവരും പറയണത്, ഒരുപാട് റിച്ച് ഒന്നും ആവണ്ടെന്ന് പറയുന്നത് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ശരിക്ക് നമ്മൾ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ റവന്യൂ ഉണ്ടാക്കാൻ നന്നായിട്ട് തിങ്ക് ചെയ്യുകയും വേണം, അല്ലേ? അതേസമയം അതാ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നില്ലേ? അതിലെ കോൺഫ്ലിക്റ്റ് എവിടെയാന്ന് വെച്ചാൽ, ഇത് സോഷ്യലിസം ആണോ ക്യാപിറ്റലിസം ആണോ എന്നുള്ളതാണ് ഫിലോസോഫിക്കലായിട്ട് ഏറ്റവും ഹയർ ലെവലിൽ. ഞാനൊരു ക്യാപിറ്റലിസ്റ്റ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഞാൻ കാശ് ഉണ്ടാക്കരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. ഇൻഫാക്ട്
കാശ് ഉണ്ടാക്കിയാൽ മാത്രമേ സ്കെയിൽ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ കാശ് ഉണ്ടാക്കുന്നതിന് ഞാൻ എതിരല്ല. പൈസ ഈസ് നോട്ട് എ ബാഡ് തിങ്, അതല്ല എൻ്റെ. അതിന് വേണ്ടിയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ അതല്ല മോട്ടിവേറ്റിംഗ് ഫാക്ടർ. അത്രേ ഉള്ളൂ നമ്മൾ പറയുന്നത്. നമ്മളൊരു ബിസിനസ് ഓടിക്കുന്നത് 100% പൈസയ്ക്ക് വേണ്ടിയും അതിൻ്റെ റവന്യൂവിന് വേണ്ടിയും അതിന് അറൗണ്ട് ആയിട്ടുള്ള സ്റ്റേക്ക്. ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്ന എപ്പോഴാണ് എൻ്റെ ടീമിലുള്ള ഒരാൾക്ക് ഒരു ഹൈക്ക് കൊടുത്തിട്ട് ആൾ പോയി ഒരു കാർ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു വീട് വെക്കുമ്പോഴോ ആണ് എനിക്ക് ഏറ്റവും സന്തോഷം വരുന്നത്. അത് ജനറേറ്റ് ചെയ്യുന്നത് ഈ കമ്പനിയിൽ നിന്ന് വരുന്ന ക്യാഷാണ്. അപ്പം ആ ആൾക്ക് സന്തോഷം കൊടുക്കണമെങ്കിൽ ഈ കമ്പനി ക്യാഷ് ഉണ്ടാക്കിയേ പറ്റൂ. അപ്പോൾ ഞാൻ ഒരു ഇതുണ്ടാക്കിയിട്ട് ഒരു ജെറ്റ് മേടിക്കണം, അതിനു വേണ്ടിയല്ല ഞാനിത് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. പക്ഷേ ക്യാഷ് ഇസ് എ ഗുഡ് തിങ്. നമ്മുടെ ഇന്ത്യയിലെ ജനറലി പൈസ എന്ന് പറയുന്നതിനോടൊരു ഒരല്പം ക്യാപിറ്റലിസം അല്ല നമ്മുടെ ഫണ്ടമെൻ്റൽ. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ക്യാപിറ്റലിസം വളരെ ഫണ്ടമെൻ്റലാണ്. അത് ക്യാപിറ്റലിസം ആണ് അവിടുത്തെ ഫൈനാൻഷ്യൽ സ്ട്രക്ചർ. അപ്പോൾ കാശുണ്ടാക്കുന്നതിനെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇലോൺ മസ്ക് എന്ന് പറഞ്ഞ ആൾ സ്പേസ് എക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ റോക്കറ്റ്സ് ഇത്രയും ചീപ്പറായി. ഒറ്റ ഒരാളാണ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ഗുഡ് തിങ്. അല്ലെങ്കിൽ ടെസ്ല എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് ഇലക്ട്രിക് കാറ് ഒറ്റയടിക്ക് ലോകം മുഴുവൻ ഇലക്ട്രിക്കിലേക്ക് മൂവ് ചെയ്യാൻ ഒരാൾ വിചാരിച്ചാൽ പറ്റും. അത് സോഷ്യലിസത്തിൽ പറ്റില്ല അങ്ങനെ ചെയ്യാൻ. ക്യാപിറ്റലിസത്തിൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. അത് അപ്പോൾ അയാൾ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺ ആവും. അതാവുന്നതിന് നമുക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ല. സോഷ്യലിസത്തിലാണെങ്കിൽ ബുദ്ധിമുട്ട് വരും. അയാളുടെ ഇത്രയും വെൽത്ത് ഇരിക്കുന്നു, പക്ഷേ അയാൾ അത്രയും വാല്യൂ ഈ ലോകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഭാഗമായിട്ടാണ് അയാളുടെ വെൽത്ത് ഇരിക്കുന്നത്. ദാറ്റ്സ് എ ഗുഡ് തിങ്. അതാണ് ക്യാപിറ്റലിസ്റ്റ് സോഷ്യൽ. അപ്പം ഞാൻ അതിന് വളരെ സപ്പോർട്ടീവാണ്. ഇലോൺ മസ്കിന് കൂടുതൽ കാശ് വരട്ടെ, സ്പേസ് എക്സ് കൂടുതൽ വളരട്ടെ, ടെസ്ല കൂടുതൽ വളരട്ടെ, സ്റ്റാർലിങ്ക് കൂടുതൽ വളരട്ടെ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ തന്നെയാണ് ഞാൻ എന്നെക്കുറിച്ചും എൻ്റെ കമ്പനിയെക്കുറിച്ചും ചിന്തിക്കുന്നത്. അർജുന ഇപ്പോൾ 2 എക്സിറ്റ് കഴിഞ്ഞു, 3ാമത്തെ സ്റ്റാർട്ടപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് ഇതിൽ ഈ ജേണിയിൽ എടുത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു റിസ്ക്? ഈ കണ്ടമാനം റിസ്ക് എന്ന് പറയുന്ന വേർഡിനോട് ഞാൻ ഒത്തിരി ഒന്നും അങ്ങനെ വലിയ റിസ്ക്കുകളൊന്നും ഈ ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പ്രൊഫഷണലി. എൻ്റെ ലൈഫിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അകത്ത് നന്നായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കമ്പനി ഫെയിൽ ആയാലും ഓൺട്രപ്രന്യൂഴ്സ് ഫെയിൽ ആവത്തില്ല എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ റിസ്ക് എന്ന രീതി പറയുകയാണെങ്കിൽ ഒരു റിസ്ക് ഞാൻ എടുത്തത് 2018 എനിക്കൊരു ഫേസ് ഉണ്ടായിരുന്നു. എൻ്റെ വിസ പെർഫെക്റ്റ് അല്ലായിരുന്നു US. ഒരു വിസയിൽ നിന്ന് മാറി അടുത്ത വിസയിലേക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ ഫേസിൽ മിക്കവരും ലോജിക്കലി എടുക്കുന്നത് വിസ സെറ്റാക്കാം, എവിടെയെങ്കിലും ഒരു ജോലി എടുക്കാൻ പോയി. അപ്പോൾ നമ്മുടെ വിസ സ്ട്രേറ്റ് ഒരിടത്ത് പോയി ജോലി എടുത്തു കഴിഞ്ഞാൽ വിസ കുറച്ചുകൂടെ ക്ലീനായിട്ട് കിട്ടും. അത് ചെയ്യാമെന്നായിരിക്കും മിക്ക ആളുകളും അവരുടെ ഡീഫോൾട്ടായിട്ടുള്ള മൈൻഡിൽ എടുക്കുന്ന തോട്ട്. ഞാൻ അന്ന് എനിക്ക് സൂമിൻഫോയുടെ അന്നത്തെ CEO ഹെൻറി അന്ന് എനിക്കൊരു ജോലി, ഹെൻറി ഉൾപ്പെടെ ഒരു 7 ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ട് ഞാൻ പറഞ്ഞു സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ 2ാമത്തെ കമ്പനി തുടങ്ങുമ്പോൾ എൻ്റെ ഗ്രീൻ കാർഡ് അപ്രൂവ്ഡ് അല്ല. എനിക്ക് ഓത്തറൈസ്ഡ് എന്ന് പറയുന്നൊരു സ്റ്റാറ്റസ് ഉണ്ട്, EAD ഉണ്ട്, വർക്ക് ചെയ്യാം. ഒഫീഷ്യലി ഒന്നും പ്രശ്നമില്ല, ലീഗലി ഒന്നും പ്രശ്നമില്ല. പക്ഷേ അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. എൻ്റെ ഗ്രീൻ കാർഡ് വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. ആ റിസ്ക് എടുത്ത് ഞാൻ കമ്പനി തുടങ്ങി. എന്നുവെച്ചാൽ ഗ്രീൻ കാർഡ് കിട്ടിയില്ലെങ്കിൽ, റിജക്റ്റഡ് ആയാൽ എനിക്ക് തിരിച്ച് നാട്ടിൽ വരേണ്ടി വരും. നാട്ടിൽ വരും, എന്നിട്ട് 1 വർഷം കഴിയുമ്പോൾ എനിക്ക് അടുത്തൊരു വിസ എടുത്ത് തിരിച്ച് അവിടെ ചെല്ലാമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. നടക്കുമായിരുന്നു എന്നറിയില്ല, പക്ഷെ കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് ആ റിസ്ക് ഞാൻ എടുത്തു, കമ്പനി സ്റ്റാർട്ട് ചെയ്തു, എങ്ങും പോയി ജോലി ചെയ്തില്ല. ഇതായിരിക്കാം ഒരു റിസ്ക് എന്നുള്ള രീതിയിൽ എടുത്തത്. അല്ലാതെ ഈ ആദ്യം കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങുന്ന സമയത്തൊന്നും വലിയ റിസ്ക്കില്ല. 23ാം വയസ്സിൽ എന്ത് റിസ്ക്? അപ്പോൾ ഇതായിരിക്കാം മേ ബി. കാരണം ബൈ ദിസ് ടൈം എനിക്ക് ഫാമിലി ഉണ്ട്, വൈഫ് അവിടെ USMLE പഠിക്കുന്ന സമയമാണ്, അവളുടെ കരിയർ ഈസ് ഓൺ ദ ലൈൻ, വീടുണ്ട് US, കാറുണ്ട്, എല്ലാം ഉണ്ട് ആ സമയത്തേക്ക്, റൈറ്റ്? അപ്പോൾ അതൊരു അല്പം റിസ്കി ആയിട്ടുള്ളൊരു ബെറ്റായിരുന്നു. താങ്ക്ഫുള്ളി ഇറ്റ് പെയ്ഡ് ഔട്ട്. അതുകൊണ്ട് ഗ്രീൻ കാർഡ് കിട്ടി. ഇപ്പം കഴിഞ്ഞ സെപ്റ്റംബർ സിറ്റിസൺ ആയി. ഇപ്പം എല്ലാം സെറ്റാണ്. ആ റിസ്ക് പേ ഔട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് കൂടുതലും നമ്മൾ സംസാരിച്ചത് കൂടുതലും ഫണ്ട് റൈസിങ്ങും എക്സിറ്റിനെ കുറിച്ചൊക്കെ തുടങ്ങി വെച്ചിട്ടുള്ളൂ. കുറച്ചുകൂടി കാര്യങ്ങൾ ഡൗട്ടുകൾ ചോദിക്കാനുണ്ട്. ഒന്ന്, അർജുന് സമയമില്ലാത്തതിൻ്റെ കേസ് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ഈ സമയം നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ ഫണ്ട് റൈസിങ്ങിൽ ഞാൻ വളരെ ബേസിക് കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ അർജുൻ്റെ കണ്ടിന്യൂസ്, അതായത് നെക്സ്റ്റ് ലെവലിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. മാർക്കറ്റിംഗ് സൈഡിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വെയിറ്റിംഗ് ഉണ്ട്, സെയിൽസ് സൈഡിൽ ഒരുപാട് വെയിറ്റിംഗ് ഉണ്ട് ചോദിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ പല കാര്യങ്ങൾ ചോദിക്കാൻ മുന്നിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. പിന്നെ സാസ് പ്രൊഡക്റ്റിലോട്ട് ഒന്നും നമ്മൾ മൂവ് ചെയ്തിട്ടില്ല, അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്, ഇതിലോട്ടൊന്നും മൂവ് ചെയ്തിട്ടില്ല.
നമ്മളൊരു ഏരിയയിൽ മാത്രം ഫോക്കസ്ഡ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. പക്ഷേ ഇതിൽ തന്നെ ഒരുപാട് ഇൻപുട്ടുകൾ കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളെപ്പോലുള്ളവർക്ക് തുടക്കത്തിലുള്ള ആൾക്കാർക്ക് ഒരുപാട് ഇൻപുട്ടുകൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, നമുക്ക് അടുത്തൊരു വരവിൽ അടുത്ത US നിന്ന് വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ഒരു മീറ്റിംഗ് കൂടെ, ഒരു ഡിസ്കഷൻ കൂടെ നമുക്ക് ഹോസ്റ്റ് ചെയ്യാം. ഒന്നിൽ അവസാനിപ്പിക്കരുത്, കണ്ടിന്യൂസ് നമുക്ക് ഡിസ്കഷൻ കൊണ്ടുപോകാൻ ഞാൻ ആലോചിക്കുന്നത്. ഒരുപാട് ഫീൽഡുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക, വേണ്ടവർ കമൻറ്റ് ചെയ്യുക, അതുപോലെ ക്വസ്റ്റ്യൻസ് ഉള്ളവർ കമൻറ്റ് ചെയ്യുക, ഇനി നെക്സ്റ്റ് ഡിസ്കഷൻ വേണമെന്നുള്ളവരും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതെല്ലാം ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഞാനും ഒന്നുകൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഇപ്പോൾ തന്ന ആൻസറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതും കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി അടുത്തൊരു ഡിസ്കഷൻ കുറച്ചുകൂടെ ഇൻപുട്ടായിട്ട് നമുക്ക് ചെയ്യാം. 100%. താങ്ക് യു ഫോർ ഹാവിങ് മീ. നല്ല രസമുള്ള കോൺവെർസേഷൻ ആയിരുന്നു. പറഞ്ഞ പോലെ ഈ ടോപ്പിക്കിൽ നിൽക്കാം. ഇനിയും വരുന്ന സമയത്ത് മോർ ദാൻ ഹാപ്പി ടു ഡു ഇറ്റ്. ക്വസ്റ്റ്യൻസ് ഉള്ളവർ കമൻറ്റ് ചെയ്യട്ടെ. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ അടുത്ത പ്രാവശ്യം ഇരിക്കുമ്പോൾ ഹാൻഡിൽ ചെയ്യാം. ഞാൻ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ലിങ്ക്ഡിനിലാണ്. അപ്പോൾ ആർക്കെങ്കിലും റീച്ച് ഔട്ട് ചെയ്യണമെങ്കിൽ ലിങ്ക്ഡിനിൽ റീച്ച് ഔട്ട് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് പേര് റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ട്രൈ ചെയ്യാം. ഇതിനേക്കാളും കൂടുതൽ അർജുൻ ഏതൊരു സ്റ്റാർട്ടപ്പിനെ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനുണ്ട്. അതെല്ലാം അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചോദിച്ചിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ ബീയിങ് ഹിയർ. ഓക്കെ, താങ്ക് യു. Entrepreneurship is super challenging. If anyone says otherwise, then they are lying. Entrepreneurship is a super high heavy lifting, and that is the reason why most of the folks don't do it, and I won't suggest everybody to do it. Like I said, it's kind of living on the edge. There is so much uncertainty here. There is the odds are stacked against you. There is a very high chance that you will fail. Maybe 5 to 10% chance that you might make a win. If you still know there is only 5% chance that you will win, how many of you would start doing anything? May it be a race, may it be a studies, may it be anything. So entrepreneurs are those people who understand that there is like 5% chance to win, but would still like to go ahead and do it because we are crazy enough to think that, yeah, let's do it.